അപ്പോൾ ഗൈസ് നമുക്കിന്നൊരു കല്യാണം ഉണ്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്ടോ. അപ്പോൾ കല്യാണം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോതമംഗലത്താണ്ടോ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരും ഒരുമിച്ചാണ്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ നേരെ മാപ്പിങ്ങുകളൊക്കെ നോക്കിയാണ് പോകണം കേട്ടോ. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റേഴ്സ് അറൗണ്ട് ഉള്ളൂ കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക്. കഴിച്ച് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം. കഴിച്ച് എടുത്തത് അങ്ങോട്ട് ഡാമിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ. കഴിച്ച് ഇവിടെ നമ്മുടെ വേനൽക്കാലം കൊണ്ട് ഭയങ്കര വെള്ളം അങ്ങനെയുള്ള കുറവാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇവിടെ വിസിറ്റേഴ്സൊക്കെ കുറവായിരുന്നു. ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഓൾമോസ്റ്റ് ക്രൗഡും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ഇതാണ്, ശാന്തമായിട്ടിരിക്കുന്നതാണ്. 2 ഷട്ടർ നമുക്ക് തുറന്നിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഡാമിൻ്റെ അവിടുത്തെ. വലിയ ഒരു ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് ചേട്ടന്മാർ ചൂണ്ടിടാൻ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. എന്താ പറയുക, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഓൾമോസ്റ്റ് എല്ലായിടത്തും വറ്റി വരേണ്ട കിടക്കുന്നുണ്ടോ. ഇത് വെള്ളവും കാര്യങ്ങളൊക്കെ. പിന്നെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ബോട്ട് ഡാമിൻ്റെ അകത്ത്. ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 2 ഷട്ടർ കുറച്ച് തുറന്നിട്ടില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ ഫോഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ലോ ആണ് വാട്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കല്യാണ വീട്ടിലേക്ക് എത്തി കേട്ടോ. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഐസ്ക്രീം എല്ലാം കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ മൂന്നാറിലോട്ടാണ് പോകണം കേട്ടോ. നമ്മൾ നേരെ ഇവിടെ നമുക്കൊരു 69 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മൂന്നാറിലോട്ട്. അപ്പോൾ നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല, നേരെ മൂന്നാറും കൂടി ടച്ച് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഇപ്പോൾ നൈസായിട്ട് നേരെ നമ്മുടെ മൂന്നാറൊക്കെ ടച്ച് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ നമ്മൾ നേര്യമംഗലം ബ്രിഡ്ജ് എത്തി കേട്ടോ ഗൈസ്. അതപ്പോൾ നമുക്ക് ഇവിടെ പുതിയ ബ്രിഡ്ജിൻ്റെ പണിയും കാര്യങ്ങൾ നടക്കണേ കേട്ടോ. നമുക്ക് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ഈ നേര്യമംഗലം ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി ഗൈസ്. മൂന്നാറിലെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഗൈസ്. അതെന്താ അത്ര അടിപൊളി ക്ലൈമറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ടൗണിലൊക്കെ നല്ല ചൂടാക്കി ഇരുന്നിട്ടോ. അപ്പോൾ നമുക്ക് ആ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് പോകുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. ഓൺ ദ വേക്ക് ചെറിയ കൂളിംഗ് ഒക്കെ ഉണ്ട്. നല്ല തണുപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ മൂന്നാറ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എന്നുള്ളൂ കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ എല്ലാവരും നേരെ പിന്നെ വെച്ചാൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമുണ്ട് ഗൈസ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വെള്ളം കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറ്റി കേട്ടോ. നമ്മുടെ സൈഡിൽ വയലയുടെ ഒക്കെ വെള്ളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഗൈസ്. ഫുള്ള് വെള്ളം വരും ഗൈസ്. വളരെ കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. ഫുള്ള് വറ്റി വരണ്ട കേട്ടോ. നമുക്ക് വറ്റി വരണ്ട. ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞത് ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങൽ കുറവാണെന്നൊക്കെ ഉണ്ട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കണ്ടിട്ടൊരു ആനേനെ. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഗൈസ്. നിങ്ങൾ നോക്ക്, ചെറുതായിട്ട് ഞാൻ സൂം ചെയ്തിട്ട് എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. ചെറുതായിട്ടൊരു ആനേനെ കണ്ടിട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ നൈറ്റ് ആയിട്ടോ. അപ്പോൾ തിരിച്ചിറങ്ങി ലേറ്റ് ആയിരുന്നു. നേരെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകുമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട് അടുത്തൊരു വീണ്ടും കാണാം. അതുവരെ ബൈ.